കുറേ ദിവസമായി വിചാരിക്കുന്നത് നല്ല കൂന്തൽ റോസ്റ്റ് എന്നാണ്. ഇപ്പം എപ്പോൾ മാർക്കറ്റ് പോകും കൂന്തൽ നല്ലതൊന്നും കിട്ടില്ല, ഒരുമാതിരി തല്ലിപ്പള്ളി കൂന്തൽ ഇപ്പം വരുന്നു. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, നല്ല കൂന്തൽ കിട്ടി, നല്ല ഫ്രഷ് കൂന്തൽ. അപ്പോൾ നമുക്ക് റോസ്റ്റ് എന്നാൽ ഭയങ്കര പൊതി കൂന്തൽ റോസ്റ്റ്. ഇന്നത്തെ പരിപാടി കൂന്തൽ റോസ്റ്റാണ്. നോക്കിയേ നമ്മൾ കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് മക്കളെ. നല്ല ചൂടടിച്ച പൊറോട്ടയില്ലേ അതിൻ്റെ കൂടെ, അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ നമ്മൾ മുട്ടായപ്പലും കിട്ടിയാൽ പിന്നെ പറയേ വേണ്ട, അതിനൊക്കെ പറ്റിയ കോംബോ ആണ്. നമുക്ക് തുടങ്ങിയാലോ? നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയ നല്ല അടിപൊളി കൂന്തലാണ്. കുറേ ദിവസമായി കൂന്തലൊന്നും കിട്ടാത്ത ഇപ്പം വരുന്നതെല്ലാം ഒരുമാതിരി ചെറുതുമാണ്, ഒരു എന്താ പറയുക ഫ്രഷ് അല്ലാത്ത പോലത്തെ കൂന്തല്ല, അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ നല്ല ഫ്രഷ് അങ്ങ് വാങ്ങി അതിനെ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല അവിടെ തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവന്നേ മാർക്കറ്റിൽ നിന്ന് തന്നെ. വീട്ടിലെത്തിയോ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ചെറുതായി ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്ത്. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉഷാറാക്കുന്നേ. ഇപ്പോൾ തുടങ്ങിക്കളയോ? അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് നമ്മൾ പാത്രം അങ്ങ് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്ത് അത് കുറച്ച് കാഞ്ഞു വരുമ്പോണ്ടല്ലോ, ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഏല നമ്മളെ പട്ടിയും അങ്ങോട്ട് കൊടുക്കുന്നത്, ഏലക്കയും പട്ടി ഇട്ട് കൊടുത്ത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി അത് കട്ട് ചെയ്തിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അത് 1 ടേബിൾ സ്പൂൺ കൊടുത്ത്, പിന്നെ സാധാ ഉള്ളി ചെറുതായി മുറിച്ചത് ഒരു മീഡിയം സൈസ് അതും കൂടി ഇട്ട് കൊടുത്ത്, ഉള്ളി പകുതി മതിയേ, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നവരെ കുറച്ച് വഴറ്റുക, കുറച്ച് വെന്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി എല്ലാം ചെറുതായി ചോപ്പ് ചെയ്യണേ, ഏറ്റവും ചെറുതായി മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അത്യാവശ്യം അവിടെ നിന്നിട്ട് കുറച്ച് വേകുമ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, 1 ടേബിൾ സ്പൂണിലെ കാശ്മീരി ചില്ലി പൗഡർ അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ അങ്ങോട്ട് കൊടുത്ത്, പിന്നെ ടർമറിക് പൗഡർ ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറവ് അത് ഇട്ടെടുത്ത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയും കുറച്ച് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിലുള്ള ഉപ്പ്, ടേസ്റ്റിന് എത്ര വേണ്ടി അത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കുക. ആ മുളകും ഇതെല്ലാം ഉണ്ടല്ലോ ശരിക്കും അങ്ങ് പിടിക്കണം ഉള്ളിൽ, ആ മസാലയിൽ നന്നായി പിടിപ്പിക്കുക. ഇതുപോലെ ആ ചൂട്ടിൽ തന്നെ, ആ ചെറിയ ചൂടിൽ തന്നെ ആക്കുക, ഓവർ ചൂടാക്കല്ലേ അപ്പോൾ കരിഞ്ഞു അത്, ആ ചെറിയ ചൂടിൽ അങ്ങ് ആക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിൽ ഇനി നമ്മൾ കൂന്തലല്ലേ ചെറുതായി മുറിച്ച് കൂന്തൽ, കുറച്ചേ വെള്ളം വേണ്ടി, തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം വരും, ആ കൂന്തലും അങ്ങ് ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലോണം മസാലയിലൊന്ന് പിടിപ്പിക്കുക. കുറച്ച് ഇളക്കി കൊടുക്കണം, ചെറിയ പാത്രം മറന്നു പോകാനായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ വലിയ പാത്രം എടുത്താൽ മതി. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത്, ആ കൂന്തലൊക്കെ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്. ഈ കൂന്തലൊന്നും ഒരുപാട് സമയം വേണ്ട, റബ്ബർ പോലെ ഉണ്ടാവും, കുറച്ച് വേണ്ട ആവശ്യമുള്ളൂ, ഒരു 4 to 5 മിനിറ്റ് വേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് തിളക്കാൻ വെച്ചാണ്, 2 മിനിറ്റായി നമ്മൾ ഓപ്പണാക്കി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പാത്രം ചെറുതായതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇനി അതിലേക്ക് നല്ല കറിവേപ്പില അതും അങ്ങോട്ട് കൊടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയാണ്. പിന്നെ അതിൽ കുറച്ച് നമ്മൾ കൊറിയാണ്ടർ മല്ലിയിലയില്ലേ അതും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സംഭവം റെഡി, 4 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി. നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. നല്ല അടിപൊളി സംഭവമാണ് മക്കളെ, എന്താ ഒരു ടേസ്റ്റ് എന്നറിയാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ആർക്കും നിങ്ങൾ ബാച്ചിലർ ആണെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല കൂന്തലും അങ്ങനെ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ലോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം.